ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മുൻകൂർ ജാമ്യം നിഷേധിച്ച തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീലാണ് സിംഗിൾ ബെഞ്ച് പരിഗണിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ വിശദമായ റിപ്പോർട്ട് നൽകും. നേരിട്ടത് ക്രൂരമായ ബലാത്സംഗം എന്ന ആദ്യ കേസിലെ പരാതിക്കാരി സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഇന്ന് വളരെ നിർണായകമായ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും അകത്താണ്, എങ്കിൽ പോലും ഈ ആദ്യ കേസിൽ താൽക്കാലികമായ ഒരു അറസ്റ്റിനുള്ള വിലക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ കേസിൽ വളരെ നിർണായകമാണ്. അതോടൊപ്പം തന്നെ ആദ്യ കേസിൽ ആ പരാതിക്കാരി നൽകിയ സത്യവാങ്മൂലം, വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഈ സത്യവാങ്മൂലത്തിലുണ്ട്. പറയൂ, എന്തൊക്കെയാണ് ഈ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഒപ്പം തന്നെ ഇന്ന് ഹൈക്കോടതിയിൽ ഈ കേസ് എത്തുമ്പോൾ അത് എങ്ങനെയാണ്? രാഖി പറഞ്ഞതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അത് സ്വാഭാവികമായും അപ്രസക്തമായി. കാരണം ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയാണ്. ആ ജയിൽവാസം തുടരുകയാണ് രാഹുൽ എന്നതാണ് യാഥാർത്ഥ്യം. എങ്കിൽ പോലും ഹൈക്കോടതി എന്ത് പരാമർശങ്ങൾ നടത്തുന്നു ആദ്യ കേസുമായി ബന്ധപ്പെട്ട് എന്നത് ഏറ്റവും നിർണായകമാണ്. കാരണം ഇവിടെ അന്വേഷണ സംഘം സത്യവാങ്മൂലവും വിശദമായ റിപ്പോർട്ടുമെല്ലാം തന്നെ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. രാഹുൽ മാങ്കൂട്ടം സമാനമായ കുറ്റകൃത്യത്തിൽ, അതായത് ബലാത്സംഗം ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടർച്ചയായി ആവർത്തിക്കുന്ന ഒരു സ്ഥിരം കുറ്റവാളിയാണ് രാഹുൽ മാങ്കൂട്ടം. അത്തരത്തിലുള്ള ഒരാൾക്ക് മുൻകൂർ ജാമ്യം, അത് ഇപ്പോൾ ജയിലിൽ തുടരുന്ന സാഹചര്യത്തിൽ പോലും ആദ്യ കേസിൽ അത് അനുവദിക്കാനോ അതുമായി ബന്ധപ്പെട്ടോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തെറ്റായ സന്ദേശം നൽകുമെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനായിരിക്കും അന്വേഷണ സംഘം പ്രത്യേകമായി ശ്രമിക്കുക. അവിടെയാണ് ആദ്യ കേസിലെ പരാതിക്കാരി നൽകിയിട്ടുള്ള സത്യവാങ്മൂലം ഏറ്റവും പ്രസക്തമാവുന്നത്. എങ്ങനെയാണ് ഈ ക്രൂര പീഡനങ്ങൾ ഏറ്റുവാങ്ങിയത് എന്നത് സംബന്ധിച്ച് കൃത്യമായി തന്നെ ആ സത്യവാങ്മൂലത്തിൽ അവർ വ്യക്തമാക്കുന്നുണ്ട്. അതിൻ്റെ തെളിവുകൾ അവർ കോടതിയിൽ നൽകിയിട്ടുണ്ട്. ചിത്രങ്ങൾ അടക്കമുള്ള തെളിവുകളാണ് അത്തരത്തിൽ കൈമാറുകയും ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ഭീഷണിപ്പെടുത്തി നഗ്ന വീഡിയോകൾ ചിത്രീകരിച്ചു. ആ വീഡിയോ ഇപ്പോഴും രാഹുലിൻ്റെ ഫോണിലാണ് ഉള്ളത് എന്നാണ് ആദ്യ പരാതിക്കാരി വ്യക്തമാക്കുന്നത്. പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകിയാൽ നഗ്ന ദൃശ്യങ്ങൾ പുറത്താക്കുമെന്ന ഭയം തനിക്കുണ്ട് എന്ന കാര്യം കോടതിയെ അറിയിക്കുന്നുണ്ട് പരാതിക്കാരി. മാത്രമല്ല, ഗർഭചിത്രം നടത്തിയത് പോലും ഭീഷണിപ്പെടുത്തിയാണ്. തൻ്റെ താല്പര്യപ്രകാരമായിരുന്നില്ല ഗർഭചിത്രം നടത്തിയത്. രാഹുൽ ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടി നിരന്തരമായ ഭീഷണിപ്പെടുത്തി. സുഹൃത്ത് ജോബി എത്തിച്ച ഗുളികകൾ കഴിച്ച്, സുഹൃത്ത് ജോബിയാണ് ഈ ഗുളികകൾ എത്തിച്ചത്. ആ വീഡിയോ കോളിൽ കണ്ട് രാഹുൽ അത് ഉറപ്പാക്കി. താൻ അത് കഴിക്കുന്നുണ്ട്, ഗർഭചിത്രത്തിനുള്ള ഗുളിക എന്ന കാര്യം രാഹുൽ വീഡിയോ കോളിലൂടെ ഉറപ്പാക്കുക സംഘം ശ്രമിക്കുക. മാത്രമല്ല, കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ ആദ്യ കേസിലെ പരാതിക്കാരി നൽകിയിട്ടുള്ള ഈ വിവരങ്ങൾ, അതും കോടതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. വിചാരണ കോടതിയെ, ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ആസൂത്രിത ശ്രമം നടക്കുന്നുണ്ട് എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സ്ഥിരം ലൈംഗിക കുറ്റവാളി എന്ന് തെളിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകുന്നത് തെറ്റായ സന്ദേശം നൽകും. കാരണം ഒരു കേസ് ഏതെങ്കിലും തരത്തിൽ തെളിവുകളില്ലാത്ത ഒരു കേസല്ല. ആദ്യ കേസിൽ തന്നെ വ്യക്തമായ തെളിവുകളുണ്ട്. പരാതിക്കാരി കൃത്യമായ മൊഴികൾ നൽകിയിട്ടുണ്ട്. പിന്നീട് മറ്റൊരു കേസ് ഉയർന്നു വരുന്നു. ആ കേസിലും പരാതിയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള ആളുകൾക്ക്, ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിൻ്റെ ലൈംഗിക ചൂഷണങ്ങൾക്ക് ഇരയായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണത്തിലടക്കം അക്കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മൂന്നാമതൊരു പരാതി MLA പ്രതിയായ ലൈംഗികാതിക്രമ കേസിൽ ആദ്യ കേസിലെ പരാതിക്കാരി സത്യവാങ്മൂലത്തിൽ വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. രാഹുൽ ഒരു ലൈംഗിക കുറ്റവാളിയാണ് എന്നാണ് അവർ പറയുന്നത്.